ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷ റോസ് കിച്ചൻ. ഇന്ന് നമുക്ക് വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ട് നല്ല കൊതിയൂറുന്ന മടക്കുസ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഇതുപോലെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുത്ത് ചായയുടെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ് ഈ 4 മണി പലഹാരം. നല്ല ശർക്കരയും തേങ്ങയും ഒക്കെ വെച്ച് ഇലയോ ഇഡലി പാത്രമോ ഒന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ ദോശക്കല്ലിൽ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഈ മടക്കുസ. ഇതുപോലെ നമ്മൾ ഒന്ന് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് 4 മണി ചായയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ഇതിന് 1 കപ്പ്, ഈ പാത്രത്തിന് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാൻ ഒരു തേങ്ങയുടെ ഹാഫ് മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്, ഒരു മീഡിയം തേങ്ങയുടെ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ശർക്കരയാണ്. ശർക്കര ഞാൻ 150 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ അല്പം ജീരകം, നമുക്കത് ചതച്ചൊന്നും ഇടേണ്ട ആവശ്യമില്ല, ഇതുപോലെ മുഴുവൻ ജീരകം എടുത്ത് വെച്ചാൽ മതിയാവും. പിന്നെ നമുക്ക് കുഴച്ചെടുക്കുന്നതിന് ആവശ്യമായ വെള്ളം, ഉപ്പ്, ഇത്രയുമാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. നമുക്കിനി ഇതെങ്ങനെയാണ് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബൗളിനകത്തേക്ക് നമുക്ക് ഈ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. അല്പം തേങ്ങ ഇതിനകത്തേക്ക് ഇട്ട് കുഴയ്ക്കുന്നതും വളരെ ടേസ്റ്റിയാണ്. ഇടാതെ വേണേലും കുഴച്ചെടുക്കാം. നമുക്കൊരു അല്പം തേങ്ങ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. അരമുറി തേങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്ത് ഗോതമ്പ് പൊടിയുടെ കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ ശർക്കര ചെറുതായിട്ട് വളരെ കനം കുറച്ച് ചീകി എടുക്കണം. നമുക്കതങ്ങനെ ചെറുതായിട്ട് ചീകി എടുത്ത് വെക്കാം. ഇതുപോലെ കനം കുറച്ച് ചീകി വെക്കണം. നമ്മൾ മാവ് എടുക്കുമ്പോൾ നമുക്ക് ആവശ്യമായ മാവും അതുപോലെ തന്നെ തേങ്ങയും ശർക്കര എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1 കപ്പ് മാവിന് അനുസരിച്ചെടുത്തു. നമുക്ക് ശർക്കരയും തേങ്ങയൊക്കെ കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാവുന്നതാണ്. കുറച്ച് കൂടുതൽ മധുരം വേണ്ടവർക്ക് കൂടിയ അളവിൽ ശർക്കര എടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ 4-5 അടയൊക്കെ മടക്കുസായൊക്കെ ഉണ്ടാക്കുമ്പം കൂടുതൽ തേങ്ങ വേണം, ശർക്കര വേണം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ തേങ്ങയും ശർക്കരയും കൂട്ടിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ശർക്കര എല്ലാം ചെറുതായിട്ട് ചീകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങയുടെ കൂടെ ഈ ശർക്കരയും ജീരകവും ഇട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ആദ്യം നമുക്ക് ഈ ജീരകവും നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ഞാൻ തേങ്ങയും ശർക്കരയും കൂടെ ജീരകവും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. എന്നിട്ടിനി നമുക്ക് മാവെടുത്ത് ഗോതമ്പ് പൊടി നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. ആദ്യം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഒഴിക്കാം. ഞാൻ ഉപ്പ് നീരാണ് ഒഴിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഗോതമ്പ് പൊടി നന്നായിട്ട് കൈയിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഗോതമ്പ് മാവ് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ ഇതുണ്ടോ, ഇതുപോലെ കുഴച്ചെടുക്കണം. ഇതുപോലെ അല്പം മയത്തിൽ ഇങ്ങനെ. നമ്മൾ ദോശക്കല്ലിൽ പരത്തിയെടുക്കാനുള്ളതാണ്, അതുകൊണ്ട് അധികം തിക്കാകാതെ ഇതുപോലെ കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് മാവ് കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ മാവിന് കറക്റ്റ് ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പ് നമുക്ക് കറക്റ്റായിട്ട് വേണം മാവ് കുഴച്ചെടുക്കാനായിട്ട്, എന്നാലേ നല്ല ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദോശക്കല്ല് സ്റ്റൗവിന്മേൽ വെച്ച് സ്റ്റൗ ഓണാക്കാം. ഞാനിപ്പോൾ ദോശക്കല്ല് സ്റ്റൗവിന്മേൽ വെച്ച് സ്റ്റൗ ഓണാക്കി നന്നായിട്ട് ദോശക്കല്ല് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മാവ് വെച്ച് കൊടുക്കാം. നമ്മൾ വെള്ളത്തിൽ
കൈ ഇതുപോലെ മുക്കിയിട്ട് വേണം നമ്മൾ നന്നായിട്ട് പരത്തി കൊടുക്കാനായിട്ട്. നമ്മുടെ ദോശ മാവ് ഇത് കലക്കുമ്പോൾ അല്പം ലൂസായിട്ട് തന്നെ ഇരിക്കണം. എന്നാൽ മാത്രമേ നന്നായിട്ട് മാവ് പരത്തുമ്പോൾ നന്നായിട്ട് വരുള്ളൂ. തിക്കായിട്ട് വരരുത്. തിക്കായിട്ട് വന്നാൽ നമ്മുടെ മടക്കുസ തയ്യാറാക്കി എടുക്കുമ്പോൾ മയം കാണത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ എടുക്കണം. ഇപ്പോൾ നമ്മുടെ അട റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യാം. ഇതുപോലെ ഫില്ല് ചെയ്താൽ മതിയാവും. ഇനി നമുക്കിത് ഒരു സൈഡ് റെഡി ആയിട്ട് വന്നിട്ട് നമുക്ക് മടക്കി വെച്ച് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ നിന്നും അല്പം കുറച്ച് വെക്കണം. എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് വരുള്ളൂ. ഒരു സൈഡ് കറക്റ്റായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് മടക്കി വെച്ച് കൊടുക്കണം. റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നു കണ്ടോ. ഒരു സൈഡ് മടക്കി വെച്ച് കൊടുക്കാം. ഉണ്ടോ? ഇപ്പോൾ ഞാൻ മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഫ്ലെയിം അല്പം കൂട്ടി വയ്ക്കാം. ഇപ്പം മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ചായ നമുക്ക് റെഡിയാക്കുന്നതോടൊപ്പം തന്നെ നമുക്കിതും ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇനി ഈ ഒരു വശം കൂടെ ഒന്ന് മൊരിഞ്ഞു വരട്ടെ. അല്പം ഒന്ന് മൊരിഞ്ഞു വന്നാൽ മതി വെന്തിട്ട്. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയും കൂടി ചുട്ടെടുക്കാം. ഞാൻ മടക്കുസ എല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നോക്കിയേ, നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ 4 മണി പലഹാരമായിട്ടും നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന മടക്കുസ നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്